ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഡിഷ് ദാൽ ബാത്തി ചുർമയാണ്. അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ചെറുപയർ, മൂങ് ദാൽ, ബ്രെഡും എല്ലാം എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ്, ഉഴുന്ന്, സാമ്പാർ പരിപ്പ്, പഞ്ചസാര പൊടിച്ചത്, ആവശ്യത്തിനുപ്പ്, ആൽമണ്ട്സും ചെറുതായിട്ട് അരിഞ്ഞത്, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് നെയ്യ്, വെള്ളം, 2 കപ്പ് ഗോതമ്പ് പൊടി, ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ തന്നെ ഒരു തക്കാളി, 4 പച്ചമുളക് അരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ് മല്ലിയില. ഇനി നമുക്ക് ദാല് വേവിക്കാൻ വേണ്ടി വെക്കേണ്ടതുണ്ട്. അതിന് ഇത്രയും ഭാഗം നമുക്ക് വേവിക്കാൻ വെക്കാം. വേവുന്ന സമയത്ത് നമുക്ക് ഗോതമ്പ് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യമായി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇനി നമുക്ക് ദാലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കടുകും ജീരകവും പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഏകദേശം നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല നമുക്കിതിലേക്ക് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുത്താൽ മതിയാവും. വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യും. കട്ടി തിക്നെസ് എത്ര വേണം എന്നുള്ളത് അവരവർക്ക് ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാൻ ഉണ്ടാക്കുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നാനിൻ്റെ കൂടെയും ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്.
ഇനി നമുക്ക് ബാറ്റ് റെഡിയാക്കാം. ചപ്പാത്തിക്ക് കുഴച്ച് നമ്മൾ ഉരുളകളാക്കി വെക്കുന്നത് പോലെ തന്നെ നമുക്കിവിടെ ഉരുളകളാക്കി എടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളം കൈ വെച്ച് ഇതുപോലെ ഷേപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഉരുട്ടിയെടുക്കാം. ഒരെണ്ണം കൂടി കാണിക്കുകയാണ്. ഇതുപോലെ പ്രസ് ചെയ്യുക ഉള്ളം കൈയിൽ വെച്ച്, മറ്റേ കൈ കൊണ്ട് നടുവിൽ ക്രോസ് ആയിട്ട് ഇതുപോലെ വെച്ച് പ്രസ് ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കുക. അവിടെ കൊണ്ട് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നടുവിലായിട്ട് ഇതുപോലൊരു ഷേപ്പ് വരും. നടുവിൽ വിട്ട് കണ്ടില്ലേ, അതുപോലൊരു ഷേപ്പ് കിട്ടും. അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അങ്ങനെ 6 നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്യാസ് ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 6 ചുട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 3 എടുത്ത് പൊടിച്ചെടുക്കാം. ഓക്കെ, അത് ഈ പൊടിക്കുന്നത് ചൂർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടിക്കുന്നത്. ഓക്കെ, ഇതാ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ ബാക്കിയുള്ള നെയ്യ് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മതിയാവും. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് നമുക്ക് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മതിയാവും. മധുരം താല്പര്യമുള്ളവർക്ക് 1 സ്പൂണും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ബാട്ടി നമ്മൾ എടുത്ത് വെക്കുകയാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഡാൽ എടുത്ത് വെച്ചു, ചൂർമ എടുത്ത് വെച്ചു. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂർമയിൽ നമ്മൾ കുറച്ച് ബദാം അരിഞ്ഞു വെച്ചതും വെച്ചിട്ടുണ്ട്. ദാൽ ബാട്ടി ചുർമ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. അടിപൊളിയാണ്. എല്ലാവരും കുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് കുക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.